ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീവിരുദ്ധ നിലപാടുകൾ നടത്തുന്ന ആളുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളത്. ആരാധനയായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പരാമർശങ്ങളുമായിട്ടാണ് ഇന്ന് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായിട്ട് ബീഹാറിൽ നടന്നിട്ടുള്ള യാത്രയിൽ പ്രധാനമന്ത്രിയുടെ അമ്മയടക്കം മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടും അത്തരം പ്രവർത്തകരെ സംരക്ഷിച്ചു പോരുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിൽ കോൺഗ്രസ് അത്തരം നിലപാടുകളാണെങ്കിൽ അവിടെ ഒരു സീനിയർ രാഹുൽ സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥിതി മറ്റൊന്നല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ജൂനിയർ രാഹുൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. നിരവധി സ്ത്രീകളാണ് അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നിരുന്നാലും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും അദ്ദേഹത്തെ രാജിവെപ്പിക്കുമെന്ന് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി, മഹിളാ മോർച്ചയും യുവമോർച്ചയും എല്ലാം രംഗത്തിറങ്ങിയ സമയത്ത് മറ്റ് നിക്കക്കള്ളിയില്ലാതെ കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ആ നേതൃത്വം അന്ന് പറഞ്ഞത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ടാത്തൊരു വ്യക്തിയെ പേര് നടക്കേണ്ട ഒരു കാര്യം ഇന്ന് പാലക്കാട് ജനതയ്ക്കില്ല എന്നുള്ളതാണ്. പാലക്കാട് ജനതയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന അതേ നിലപാടുമായിട്ട് ഈ സംസ്ഥാനത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യം. സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നിരവധി ഉണ്ടായിട്ടും അത്തരം പരാമർശങ്ങൾ നടത്തുന്ന വേട്ടക്കാരെ സംരക്ഷിച്ചു പോരുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. ഇത്തരത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ 50% വരുന്ന സ്ത്രീകളുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും അധികാരത്തിലേറിയിട്ടുള്ളത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് എന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിലെ സ്ഥിതി സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു പോരുന്ന LDFന്റെയും UDFന്റെയും പ്രീണന രാഷ്ട്രീയത്തിനെതിരാണ് മഹിളാ മോർച്ച. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണമെടുത്തിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നിട്ടും ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മഹിളാ മോർച്ച ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ ഓണത്തിരക്കിനിടയിലും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് കോൺഗ്രസ് സ്വീകരിക്കുന്ന സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുൻപോട്ട് വരാത്ത സാഹചര്യത്തിൽ സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് മുൻപോട്ട് പ്രവർത്തിക്കുന്ന മഹിളാ മോർച്ച ഇന്ന് നടക്കുന്ന ഈ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിലും സംസ്ഥാന നേതൃത്വത്തിന്റെ കീഴിലും കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ വെച്ച് നടന്നിരുന്ന വോട്ടർ അധികാർ യാത്രയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക വാദ്രയും പങ്കെടുക്കുന്ന പരിപാടിയിൽ കോൺഗ്രസിലെ പ്രവർത്തകരായിട്ടുള്ള ആളുകള് ശ്രീമാൻ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ആ പരാമർശത്തിന് ശ്രീ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു പക്ഷം കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ പദം അലങ്കരിക്കുന്ന ആളുകള് സ്ത്രീ വിരുദ്ധ നിലപാടുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മഹിളാ മോർച്ചയ്ക്ക് സാധിക്കില്ല. ഇത്തരം പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും കൃത്യവും ശക്തവുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരും. ആ പ്രതിഷേധത്തിന് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്ന് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അങ്ങ് കേന്ദ്രത്തില് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം സ്ത്രീ വിരുദ്ധ നിലപാടുകളുമായിട്ട് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഈ സംസ്ഥാനത്തെയും സ്ഥിതി മറ്റൊന്നല്ല എന്നുള്ളത്. അവിടെ ഒരു രാഹുൽ ഗാന്ധി വിളയാടുമ്പോൾ ഇവിടെ മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തില് അതുപോലെ തന്നെ വിളയാടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരു സ്ത്രീയല്ല, നിരവധി സ്ത്രീകളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അത് കേവലം ആരോപണമായിട്ടല്ല വന്നിട്ടുള്ളത്.
കൃത്യവും ശക്തവുമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തില് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു നോക്കുന്ന സമയത്ത് ചാറ്റുകളും വോയിസ് മെസ്സേജുകളും വീഡിയോ കോളുകളും അടക്കം ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വൈകുന്നേര കാലങ്ങളിൽ ചർച്ച നടക്കുന്നത് മുഴുവനും ഇതേ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. കുടുംബപരമായിട്ട് ഇരുന്നുകൊണ്ട് വീട്ടിലിരുന്ന് ഒരു TV പോലും തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇന്നത്തെ സമൂഹത്തെ വഴിതെറ്റിച്ചു വിടുന്ന തരത്തിലുള്ള പ്രവണതകളാണ് ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉടലെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിട്ടും കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് അവരുടെ പദവിയിൽ നിന്നും അദ്ദേഹത്തെ രാജിവെപ്പിച്ചു എന്നുള്ളതാണ്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഇടയിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ ചോദ്യം ചെയ്യുവാനോ കോൺഗ്രസിന്റെ ഇടയിലുള്ള തീർക്കാത്ത പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് ആരോപിക്കുവാനോ അല്ല ഞങ്ങൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസിന് പോലും ആവശ്യമില്ലാത്ത വ്യക്തിയെ, കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയെ ഒരു ജനപ്രതിനിധിയായിട്ട് പാലക്കാട് ജനങ്ങൾ പേറി നടക്കേണ്ട ഒരു സാഹചര്യമില്ല. പാലക്കാട് MLA പദവി രാജിവെച്ചുകൊണ്ട് പുറത്തു പോകണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യവുമായിട്ടാണ് മഹിളാ മോർച്ച ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്ക് വേണ്ടാത്ത വ്യക്തി, സ്വന്തം കുടുംബത്തിന് വേണ്ടാത്ത വ്യക്തി എന്തിനാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ജനപ്രതിനിധിയായിരുന്നു കൊണ്ട് പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്? ഇതിന് കോൺഗ്രസ് മറുപടി പറയണം. അതിന് മറുപടി പറയാതെ അവരെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടുമായിട്ട് കോൺഗ്രസ് പോകുമ്പോൾ മഹിളാ മോർച്ച കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് അദ്ദേഹം രാജിവെക്കുന്നത് വരെ ഞങ്ങളുടെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കോൺഗ്രസിന്റെ നിലപാടുകൾ നമുക്കറിയാം. CPM-ന്റെ നിലപാടുകൾ, ആ നിലപാടുകൾ പകർത്തിക്കൊണ്ടാണ് അവർ പോകുന്നത് എന്നുള്ളത്. CPM-ന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളെല്ലാം തന്നെ പാർട്ടിക്കകത്തുള്ള സ്ത്രീകള് പുറത്തു വന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെയെല്ലാം ഒതുക്കി നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന മാതൃകയാണ് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇടതും വലതും ചേർന്നുകൊണ്ട് ഇവിടെ ഭരണം കൈയാളിക്കൊണ്ട് സ്ത്രീകളെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മഹിളാ മോർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രതീകാത്മകമായിട്ട് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മഹിളാ മോർച്ചയുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ചു. വന്ദേ മാതരം. ഈ പ്രതിഷേധ ധർണ എന്തിനാണ് എന്നുള്ളത് നമ്മുടെ ഉദ്ഘാടകൻ നമ്മളോട് സൂചിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നായി ഞങ്ങൾ തൃശൂരിൽ ഇതുപോലെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് മെയ്യാൻ വിട്ടിരിക്കുന്ന ഒരു വിത്തുകാളയെ, ആ വിത്തുകാളയെ പിടിച്ചുകെട്ടി ഞങ്ങളുടെ യുവമോർച്ച പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയപ്പോൾ ഞങ്ങൾ തൃശൂരിൽ എല്ലാ KPCC ഓഫീസുകൾക്കും ഓരോ തൊട്ടിലുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. മഹിളാ മോർച്ചയുടെ അവസ്ഥ ഇന്ന് അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നോ, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കണമെന്നോ, അല്ലെങ്കിൽ പ്രവർത്തകരായിട്ട് തുടരണമെന്നോ, കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ട് തുടരണമോ വേണ്ടയോ എന്നുള്ളതല്ല ഞങ്ങളുടെ ആവശ്യം. കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജയിച്ച് MLA ആയി വന്ന ആ ഒരാൾക്ക് MLA ആയി തുടരാൻ യോഗ്യതയില്ല എന്ന 100% ഉറപ്പോടുകൂടിയാണ് ഞങ്ങൾ ഈ രാജിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവം രാജിവെച്ച് കോൺഗ്രസിന്റെ പ്രൈമറി അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യിച്ചിട്ട് തങ്ങളുടെ KPCC ഓഫീസിനകത്ത് പാലൂട്ടി താരാട്ടി വളർത്തുന്ന നട്ടനില്ലാത്ത രാഷ്ട്രീയമാണ് ഇന്ന് കോൺഗ്രസിന്റെ മുന്നണി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും സ്ത്രീകളെ ബഹുമാനിക്കാത്ത, സ്ത്രീകളെ ആദരിക്കാത്ത, അവരെ ചേർത്ത് നിർത്താത്ത ഒരു രാഷ്ട്രീയമാണ് അവരുടെ DNA-യിൽ തന്നെയുള്ളത്. അതിന്റെ പ്രതിനിധിയാണ് രാഹുലും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിപക്ഷമെത്തിരിക്കെ നമ്മുടെ രാഷ്ട്രീയ നയങ്ങളെ, നമ്മുടെ പ്രധാനമന്ത്രിയെ എതിർക്കാൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കാൻ 100% നിങ്ങൾക്ക് അർഹതയുണ്ട്. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അമ്മയെ, ഒരു മാതാവിനെ കോൺഗ്രസുകാർ അവഹേളിച്ചത് എന്ന് രാഹുൽ ഉത്തരം പറയണം. ഈ പൊതുസമൂഹത്തിനോട് ഉത്തരം പറയേണ്ടി വരും. അത് മാത്രമല്ല, ഈ മുന്നണിയുടെ കൺവീനർ, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം പാലൂട്ടി വളർത്തിയ രാഹുലിന്റെ വിവിധങ്ങളായിട്ടുള്ള ക്ലിപ്പുകളും വോയിസ് മെസ്സേജുകളും പല രീതിയിലുള്ള ഫോട്ടോസും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോയപ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ മുന്നണിയുടെ കൺവീനറും ഇപ്പോഴത്തെ അധ്യക്ഷനുമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ക്രമക്കേടുകളാണ്, ഇത് കൃത്രിമമായി വരുത്തിച്ചേർത്തതാണ്, ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് സാധിച്ചത് എന്ന് ഇന്ന് നിങ്ങൾ കേരളത്തിന്റെ സമൂഹത്തിനോട് മറുപടി പറയേണ്ടി വരും. അത് മാത്രവുമല്ല, ഇതിന്റെ മുൻ കൺവീനർ, മുൻ അധ്യക്ഷനായിട്ടുള്ള MM ഹസൻ 2 ദിവസം മുമ്പേ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ഇവിടുത്തെ സ്ത്രീകളെല്ലാവരും കൂടി രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്ന് മുറവിളി കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു
ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് സ്ത്രീകൾക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് ഇല്ല എന്നുള്ളത് മഹിളാ മോർച്ച കൃത്യമായി ഇവിടെ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കാത്ത, സ്ത്രീകളെ ആദരിക്കാത്ത ഒരു കോൺഗ്രസ്, നിങ്ങൾ പഴയ ചരിത്രം മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഏതാനും നാളുകൾക്ക് മുമ്പിൽ കേരള കോൺഗ്രസിന്റെ ഒരു മഹിളാ പ്രവർത്തക ഒരു സ്ത്രീയുടെ അഭിമാനമല്ല, ഒരു സ്ത്രീയുടെ കോൺഫിഡൻസ് ആയിട്ടുള്ള തന്റെ മുടി, തലമുടി ഈ KPCC ഓഫീസിന്റെ മുന്നിലെത്തിയിട്ടാണ് മുണ്ടനം ചെയ്ത് തന്റെ രാഷ്ട്രീയ കേന്ദ്രത്തിന്റെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിനകത്ത് കൊന്ന് കെട്ടിത്തൂക്കിയ നേമർ രാധയെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ ഞങ്ങളാരും മറന്നിട്ടില്ല. ഇത്ര മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു സൂചന സമരം മാത്രമാണ്. ഇനിയും നിങ്ങൾ ഈ പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ, ഇനിയും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഞങ്ങൾക്ക് മാറ്റി തന്നില്ല എങ്കിൽ, ഇതിലും വലുതായിട്ടുള്ള സമരങ്ങൾ ഈ കേരളം, ഈ കോൺഗ്രസ് നിങ്ങളെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പറയുന്നത് ആരാണെന്ന് നിങ്ങൾ മറക്കണ്ട. ഇത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നട്ടലുള്ള പ്രവർത്തകരുടെ മഹിളാ നേതാക്കന്മാരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.